കാന്തപുരത്തെ പോലെയുള്ളവരുടെ ഇടപെടൽ ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ പ്രശംസിക്കുക എന്നതിനപ്പുറത്ത് അത്തരം സാധ്യതകളെ കൂടി കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രയോജനപ്പെടുത്താനും ശ്രമിക്കേണ്ടതല്ലേ യുവരാജ് ഗോകുൽ? നോക്കൂ, ഇപ്പൊ കാന്തപുരം എന്ന് പറയുന്ന വ്യക്തി, കാന്തപുരം അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വ്യക്തിത്വമായിരിക്കും. നമ്മൾ യമനിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പൊ അദ്ദേഹം ഇടപെടുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ആ മേഖലയിലുള്ള ഒരു വലിയ വ്യക്തി ആയതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും അത്ര സാധ്യതകൾ എടുക്കുന്നുണ്ടാവും. അപ്പൊ നേരത്തെ ആദ്യം സംസാരിച്ച വിദേശകാര്യ വിദഗ്ധനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞതും അത് തന്നെയല്ലേ. അതായത് തീർച്ചയായും ശ്രീ യുവരാജ് ഗോകുൽ, ഇതാ ഈ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന പരിമിതി കൂടിയാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം അത് മാറ്റിവെക്കുന്നു എന്നുള്ള വിവരം അടക്കം അറിഞ്ഞത് എങ്ങനെയാണ് എന്നത് വളരെ കൃത്യമായി അറിയാം. വളരെ കൃത്യമായി ഈ സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. ഷെയ്ഖ് ഹബീബ് ഉമറുമായുള്ള ചർച്ചയാണ് നടക്കുന്നത് എന്നുള്ളത് അഖിലേന്ത്യാ ജമീയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാരിലൂടെയാണ് മാധ്യമങ്ങളിലേക്ക് അടക്കമൊക്കെ ഈ വാർത്ത എത്തുന്നത്. അതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതികരണം എന്താ എന്നറിയാൻ എല്ലാവരും കാത്തിരുന്നിരുന്നു. പക്ഷേ ഇന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ വക്താവിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നത് എല്ലാ തരത്തിലുമുള്ള നിയമസഹായവും നൽകുന്നുണ്ട്, നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നാണ്. അതേസമയം കാന്തപുരത്തിന്റെ ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അറിയില്ല എന്ന മറുപടിയാണ് ഉണ്ടായത്. അപ്പോൾ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും അതിലൊരു ഏകോപനക്കുറവുണ്ടാകുന്നുണ്ടോ യുവരാജ് ഗോകുൽ? അല്ല, നോക്കൂ, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും വിദേശകാര്യ വക്താവിന് പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കുക. കേന്ദ്ര സർക്കാർ ഇതുവരെയും എന്തൊക്കെ കാര്യങ്ങൾ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് പൊതുമാപ്പ് അല്ലെങ്കിൽ ഒരു മാപ്പ് നൽകിക്കൊണ്ട് അവരെ മോചിപ്പിച്ച് തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകളെ കുറിച്ചിട്ട് വിദേശകാര്യ വക്താവ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗവർണർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അശ്രാന്തമായിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അതിന് വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നമ്മുടെ ഏതൊരു രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ പോലും അവരുടെയൊക്കെ ഇടപെടലുകൾ, ഇപ്പോൾ മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറാകട്ടെ, ഉമ്മൻചാണ്ടി സാറിന്റെ മകനാകട്ടെ, അങ്ങനെ പലരുടെയും ഇടപെടലുകൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ കാന്തപുരം അബൂബക്കറെ പോലെയുള്ള വ്യക്തികൾ അതിനകത്ത് ഇടപെടുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പോ ആരെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് വെക്കാൻ പോകുന്ന സമയത്ത് നമ്മളിപ്പോ എല്ലാവരെയും നിരാകരിച്ചുകൊണ്ട് ഇതെന്തെങ്കിലും മത്സരമൊന്നുമല്ലല്ലോ. ഇതിപ്പോ നമ്മളൊരു ഒരു ക്രിക്കറ്റ് മത്സരമോ ഫുട്ബോൾ മത്സരമോ ഒന്നുമല്ലല്ലോ. 2 ഗോൾ നിങ്ങൾ അടിച്ചു, 3 ഗോൾ ഞങ്ങൾ അടിക്കും, അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്ക് ഒരാളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ ഇടപെടാൻ സാധിക്കും അവരെല്ലാവരും ഇടപെടട്ടെ എന്ന് മാത്രമേ അതിനകത്ത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അവിടെ ഉണ്ടായി. ഇപ്പോൾ നേരത്തെ തന്നെ ആദ്യം സംസാരിച്ച വിദേശകാര്യ വിദഗ്ധനായിട്ടുള്ള അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞല്ലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് യമൻ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഹൂതികൾ ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഒന്നും അതിനെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും ശരി തന്നെയാണ്, ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ കാനഡ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾ തീവ്രവാദ രാജ്യമായിട്ട് പ്രഖ്യാപിച്ച UN-ലേക്ക് പോലുമുള്ള ഫണ്ടിങ് യമന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ദരിദ്ര രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടിൽ ആൾക്കാർ കഴിയുന്ന രാജ്യമാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നതൊന്നും എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി പോലും പരിഗണിക്കാൻ പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്തേക്കുള്ള UN എയ്ഡ് വരെ കട്ട് ചെയ്യുന്ന തലത്തിലേക്ക് ലോകരാജ്യങ്ങൾ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഉയരുന്ന ടെററിസ്റ്റ് ഭീഷണി അല്ലെങ്കിൽ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മത സർക്കാർ എന്ന് പറയുന്ന അത്രയും മോശമായിട്ട് അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിന് നമുക്ക് പരിമിതികളുണ്ട്. നമുക്കൊരു പുരോഗമിച്ച രാജ്യം അല്ലെങ്കിൽ ഗൾഫിലെ മറ്റേതെങ്കിലും രാജ്യമാണ്, മിഡിൽ ഈസ്റ്റിലെ അത്യാവശ്യം പുരോഗമിച്ചിട്ടുള്ള മറ്റൊരു രാജ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയും കാര്യമായിട്ട് തന്നെ ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ തുടക്ക കാലഘട്ടങ്ങളിൽ കണ്ടാണ്, സുഷമ സ്വരാജ് വിദേശകാര്യ മന്ത്രിയായിരുന്നപ്പോൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് പല തരത്തിലുള്ള ഇടപെടലുകളിലൂടെ ഒരുപാട് പേര് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത്. യുക്രൈനും റഷ്യയും തമ്മിൽ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ തന്നെയും നമുക്ക് അവിടെ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ മാത്രമായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ കണ്ടാണ്. അപ്പോൾ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടപെടാൻ എന്തെങ്കിലും സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടും. ഇനി അവരെ പിന്നോട്ടടിക്കുന്നത് മതപരമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നുണ്ടെങ്കിൽ, മതപരമായിട്ടുള്ള ഒരാൾ സംസാരിക്കുകയാണ് അവിടെ ബെറ്റർ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ സംസാരങ്ങളോ അത്തരത്തിലുള്ള ശ്രമങ്ങളെ നമ്മൾ നിരാകരിക്കേണ്ടതോ പരിപൂർണ്ണമായിട്ട് തള്ളിക്കളയേണ്ടതോ കാര്യമൊന്നുമില്ല. അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ ചില നന്മ മരങ്ങൾ ഉയർന്നു വരാറുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും നന്മ മരങ്ങളെല്ലാം കടപുഴകി വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ അർജുൻ എന്ന് പറയുന്ന ലോറി ഡ്രൈവറുടെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ലോറി ഉടമ ഒരു നന്മ മരം പെട്ടെന്ന് ഉയർന്നു വന്നതാണ് സമൂഹത്തിലേക്ക്. ആ നന്മ മരം എന്ത് പറ്റി പിന്നീടെന്നുള്ള കാര്യം നമ്മൾ കണ്ടാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ അല്പം കൂടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. കാന്തപുരം അബൂബക്കർ എന്ന് പറയുന്ന ആള് കേരള സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ബഹുമാനിക്കപ്പെടുന്ന ആൾ തന്നെയാണ്. അങ്ങനെ ഒരാൾ അത്തരത്തിലൊരു ഇടപെടൽ നടത്തുവാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ അപഹസിക്കപ്പെടേണ്ടോ നിരാകരിക്കപ്പെടേണ്ടതൊന്നുമില്ല. പക്ഷെ നിലവിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ അറിവുകളില്ല എന്നുള്ള കാര്യമാണ് വളരെ വ്യക്തമായിട്ട്. അവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഒന്ന് യമന്റെ സാമൂഹിക പശ്ചാത്തലത്തെ കുറിച്ച് സൂചിപ്പിച്ചു. അവിടെ ഹൂതികൾ ആണ് ഭരണത്തിൽ എന്നത് അതിനൊരു അഡ്മിനിസ്ട്രേഷൻ സംവിധാനം എന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റില്ല. മാത്രമല്ല ഗോത്ര വിഭാഗങ്ങളും അവരുടെ നിലപാടുകളും ഒക്കെയാണ് പ്രധാനപ്പെട്ടത്. സ്വാഭാവികമായും താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ അവിടെ ഒരു നയതന്ത്ര ചർച്ചകൾക്കപ്പുറത്ത് മതപരമായ
സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ടുള്ള നീതിന്യായ വ്യവസ്ഥകൾക്ക് കൂടുതൽ ഇടം നൽകുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ. അപ്പോൾ കാന്തപുരത്തെ പോലെയുള്ളവരുടെ ഇടപെടൽ ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ പ്രശംസിക്കുക എന്നതിനപ്പുറത്ത് അത്തരം സാധ്യതകളെ കൂടി കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രയോജനപ്പെടുത്താനും ശ്രമിക്കേണ്ടതല്ലേ യുവരാജ് ഗോകുൽ? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള പ്രയോജനപ്പെടുത്തലുകൾ നടത്തുന്നുണ്ടാവുമല്ലോ. നോക്കൂ, ഇപ്പൊ കാന്തപുരം എന്ന് പറയുന്ന വ്യക്തി, കാന്തപുരം അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വ്യക്തിത്വമായിരിക്കും. നമ്മൾ യമനിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പൊ അദ്ദേഹം ഇടപെടുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ആ മേഖലയിലുള്ള ഒരു വലിയ വ്യക്തി ആയതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും അത്ര സാധ്യതകൾ എടുക്കുന്നുണ്ടാവും. ഇപ്പൊ നേരത്തെ ആദ്യം സംസാരിച്ച വിദേശകാര്യ വിദഗ്ധനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞതും അത് തന്നെയല്ലേ. അതായത് ഒമാൻ ഉൾപ്പെടെ ഹൂതികൾ ബഹുമാനിക്കുന്നവരായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവര് ബഹുമാനിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള വ്യക്തികളുടെ സേവനം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ എടുക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ കുറെയൊക്കെയും മാറ്റങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും മുമ്പോട്ട് നോക്കാം. ഇപ്പോ ഈ പറയുന്നത് പോലെ എത്രയും വൈകാരികമായി ചിന്തിക്കുന്ന ജനങ്ങളുള്ള ഒരു സ്ഥലത്ത്, അവിടെ പോലും അതൊരു വലിയ വിഷയമായി മാറിയിരിക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും പുറത്തുനിന്ന് ഒരു ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ആ ജനങ്ങളുടെ മുഴുവൻ വികാരത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്ന് നമുക്ക് പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കില്ല. എങ്കിലും അത്തരത്തിലുള്ള ശ്രമങ്ങളെ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഒരിക്കൽ ഇതിനു മുമ്പ്, ഇപ്പൊ ഇന്ന് നടത്തിയതല്ല, ഇതിനു മുമ്പ് വിദേശകാര്യ വകുപ്പ് പറഞ്ഞിരുന്നല്ലോ, നമ്മൾ നയതന്ത്രപരമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള അല്ലാത്ത വഴികളും നമ്മൾ സ്വീകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നും അല്ലാത്ത വഴികളിലൂടെയും ആ മോചനം ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്തരം വഴികൾ ആ മേഖലകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കുക.